ഹലോ, ഫ്രിഡ്ജിൽ ബാക്കി വന്ന ചോറുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട ഉണ്ടാക്കാം. പൊറോട്ട ഉണ്ടാക്കുന്നതിന് വേണ്ടി 3 ഗ്ലാസ് മട്ടേരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് ചോറാണോ ഉള്ളത് അതെടുക്കാവുന്നതാണ്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം. ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് 1/2 കിലോ അളവിലുള്ള മൈദ ഇട്ട് കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതിലേക്ക് 1/4 ഗ്ലാസ് ഇളം ചൂട് വെള്ളവും ഞാൻ ചേർത്തിട്ടുണ്ട്. കുഴക്കുമ്പോൾ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി ഇതുപോലെ ബോളുകളാക്കി എടുക്കാം. ശേഷം ഓരോ ബോളുകളെടുത്ത് നന്നായിട്ട് പരത്തിയെടുക്കാം. എന്നിട്ട് ഇത് 2 ഭാഗമായിട്ട് കട്ട് ചെയ്യാം. ഇനി ഇതിൽ നന്നായി ഓയിൽ തേച്ചതിനു ശേഷം ഓരോ പീസും പൊറോട്ടയുടെ ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. മുഴുവൻ ബോളും ഇതുപോലെ ചുറ്റിച്ചു വെച്ചതിന് ശേഷം ഒരു ഫ്രൈ പാൻ ചൂടാക്കിയെടുക്കാം. അതിൽ നന്നായിട്ട് എണ്ണ തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. ഇനി ഓരോ റോളെടുത്ത് കൈകൊണ്ട് നന്നായി പരത്തി ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെയും ഓയിൽ നന്നായി ബ്രഷ് ചെയ്ത് കൊടുക്കാം. 2 മിനിറ്റിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇവിടെയും നന്നായി ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഗ്യാസ് മീഡിയത്തിലാക്കി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ഒരു 2 മിനിറ്റിന് ശേഷം ഒന്നുകൂടെ മറിച്ചിട്ട് കൊടുക്കാം. ഓരോന്ന് ചുട്ട് കഴിഞ്ഞാലും അടച്ചു വെക്കണേ. 4-5 ചുട്ട് കഴിഞ്ഞാൽ ഇതുപോലെ അടിച്ചെടുക്കാം. ചൂടോടുകൂടി തന്നെ അടച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ.